ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന, അതായത് ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു അസുഖത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. അതായത് മുണ്ടിനീര് അല്ലെങ്കിൽ മംസ് എന്നുള്ളത്. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ടുണ്ടാവും, സ്കൂളുകളിലൊക്കെ നിറയെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിക്ക് വന്നാൽ മറ്റേ കുട്ടിക്കും വരുന്നുണ്ട്, വീട്ടിൽ മുതിർന്നവർക്കും വരുന്നുണ്ട്. അപ്പം ഇത് എന്തിനാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? സാധാ ഒരു വൈറൽ പനി പോലെ വന്നു പോകുന്ന ഒന്നാണോ ഇത്, അതോ ഭവിഷ്യത്തുകൾ വളരെ സീരിയസ് ആയതുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇത് വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസാണ്. അത് എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ കോണ്ടാക്ട് വെച്ചിട്ടും എയർബോൺ ആയിട്ടൊക്കെയാണ് വൈറസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ മറ്റേ കുട്ടിക്ക് വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്, കാരണം അടുത്തടുത്തിരിക്കുന്നതല്ലേ. അതുപോലെ തന്നെ വീട്ടിലൊരു കുട്ടിക്കുണ്ടെങ്കിൽ മറ്റേ കുട്ടിക്കും പടരാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ആദ്യം പനി ഉണ്ടാവാം. പിന്നെയുണ്ട് ചെവിയുടെ ഇവിടെ താടവീക്കം എന്നല്ലേ നമ്മൾ പറയുന്നത്. ഈ ചെവിയുടെ ഇവിടെയാണ് നമ്മുടെ ഉമിനീരിൻ്റെ ഗ്രന്ഥി ഉള്ളത്. ഒരു ഗ്രന്ഥിയുണ്ട്, അതിനാണ് കൂടുതലായിട്ട് വീക്കം വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുഞ്ഞിന് വേദന വരും, ഭക്ഷണം കഴിക്കുമ്പോൾ വേദന വരും, വാ തുറക്കുമ്പോൾ വേദന വരും. കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്ക് ചിലപ്പോൾ പെയിൻ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഇങ്ങനെ ഒരു സ്വെല്ലിംഗ് പോലെ വന്ന് തുടങ്ങിയിട്ട് അത് ഇയർ ലോബിനെ പതുക്കെ ഇങ്ങനെ റൈസ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കും. അപ്പോൾ ഈ രീതിയിൽ കണ്ടാൽ നിങ്ങൾക്ക് ഇത് ഉറപ്പിക്കാം, ഇത് മുണ്ടിനീര് അല്ലെങ്കിൽ താടവീക്കം ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു സൈഡിൽ നല്ല കൂടുതൽ ഉണ്ടാവുള്ളൂ, മറ്റേ സൈഡിൽ ചിലപ്പോൾ അത്രയും ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതിന് ഈ പനിയും ഈ വീക്കവും ആണ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സപ്പോർട്ടീവായിട്ട് എന്തായാലും ഡോക്ടറെ കാണിക്കുക. അതിനനുസരിച്ചുള്ള മെഡിസിൻസ് നമ്മൾ കൊടുത്താൽ ആദ്യത്തെ 2 ദിവസം നല്ല പനി ഉണ്ടാവും, വീക്കം ഉണ്ടാവും, വേദനയും ക്ഷീണമൊക്കെ ഉണ്ടാവും. 3-ാമത്തെ ദിവസം മുതൽ പതുക്കെ പതുക്കെ അത് കുറഞ്ഞു വന്നോളും. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങളൊരു 1 വീക്ക് കുഞ്ഞിനെ സ്കൂളിൽ വിടാതിരിക്കാൻ നോക്കുക, ബാക്കി കുട്ടികൾക്കും കൂടി പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ എപ്പോഴാണ് പേടിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ബാക്കി പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, ഛർദി വല്ലാണ്ടുണ്ടെങ്കിൽ അത് വയറിലെ പാൻക്രിയാസിനെയൊക്കെ ചിലപ്പോൾ അത് ബാധിച്ചിട്ട് ഛർദി ഉണ്ടാവാം. ഈ മംസിൻ്റെ വൈറസ് തലച്ചോറിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ മെനിഞ്ചൈറ്റിസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എൻകഫലൈറ്റിസ് എന്നുള്ള രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് നിർത്താതെയുള്ള ഛർദി, ക്ഷീണം, എപ്പോഴും തളർന്ന് കിടക്കുക, പിന്നെ പിച്ചുമ്പയും പറയുക, ആ രീതിയിലൊക്കെ വരാം. ഇതൊക്കെ അപൂർവമാണ്, എന്നിരുന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം. ബോയ്സിന് താഴെ കഴല വീക്കം എന്ന് പറയും, നമ്മൾ പറയില്ലേ ടെസ്റ്റിസ്, കുട്ടികളുടെ ടെസ്റ്റിസിനൊക്കെ സ്വെല്ലിങ്, അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ മംസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കുട്ടികളെ നന്നായി ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ട് താഴെ ടെസ്റ്റിസിന് എന്തെങ്കിലും വീക്കം, അവിടെ കുട്ടി എന്തെങ്കിലും പെയിൻ അങ്ങനെ എന്ത് പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, സ്കാനൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ മെജോറിറ്റി കുട്ടികൾക്ക് ചിലപ്പോൾ പനിയും ഈ വീക്കം മാത്രമായിട്ട് പോവുമെങ്കിലും വളരെ മൈനോറിറ്റിക്ക് ചിലപ്പോൾ ഭവിഷ്യത്തുകൾ, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഇത് വരാതിരിക്കാൻ വാക്സിൻ അവൈലബിൾ ആണോ? തീർച്ചയായിട്ടും അവൈലബിൾ ആണ്. മംസിൻ്റെ വാക്സിൻ അവൈലബിൾ ആണ്. പക്ഷേ ഗവൺമെൻറ് സെക്ടറിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കിട്ടാനില്ല. MMR എന്നുള്ളതാണ് വാക്സിൻ്റെ പേര്. മംസ്, മീസിൽസ്, റുബല്ല 3നും കൂടിയുള്ള വാക്സിനാണ്. അപ്പോൾ അത് ഏത് സമയത്താണ് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ 15 മാസത്തിലാണ് അതിൻ്റെ ഐഡിയൽ പീരീഡ്. ആ സമയത്ത് ചിലപ്പോൾ പലരും MR എന്നുള്ള വാക്സിൻ മാത്രമേ എടുക്കുകയുള്ളൂ, കാരണം ഗവൺമെൻറ്റിൽ അതല്ലേ നമുക്ക് അവൈലബിൾ ഉള്ളൂ. പക്ഷെ നിങ്ങൾ MMR എടുക്കുവാണെങ്കിൽ, അതിന് വലിയ പൈസയൊന്നുമില്ല, MMR എടുക്കുവാണെങ്കിൽ കുട്ടിക്ക് ഇത് ഗുണകരമായിരിക്കും. അതിൻ്റെ ഒരു സെക്കൻഡ് ഡോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് 5 വയസ്സാകുമ്പോഴും എടുക്കാം. ഇനി 15 മാസത്തിൽ എടുക്കാത്ത കുട്ടിയാണ് 5 വയസ്സിൽ എടുക്കാമോ എന്ന് ചോദിച്ചാൽ 5 വയസ്സിലും നിങ്ങൾക്ക് എടുക്കാം. എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് സിംഗിൾ ഡോസ് വാക്സിൻ എങ്കിലും കിട്ടിയാൽ കുട്ടിക്ക് അത് ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കുട്ടിയുടെ വാക്സിനേഷൻ ഷെഡ്യൂൾ എടുത്ത് നോക്കൂ. അതിൽ MMR എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പീഡിയാട്രിഷ്യനെ കണ്ടിട്ട് കുട്ടിയുടെ ഏജും അതിനനുസരിച്ചും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തരും. അങ്ങനെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് ഇല്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കുട്ടികളൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത ഹെൽത്തി ആയിട്ട് വളരട്ടെ. അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.